കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. മൂന്നിടത്തെയും വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം നാളെ നടക്കും. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. അതിനുശേഷം ഏതാണ്ട് 8:15 ഈ പോസ്റ്റൽ വോട്ടുകൾക്ക് സമാന്തരമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. ആദ്യ ഫലസൂചനകൾ ഏതാണ്ട് 8:30 അറിയാം. 10 മണിയോടുകൂടി തന്നെ ഏകദേശ രൂപം ആര് ജയിക്കും, എന്താണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം, ഒപ്പം തന്നെ പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലം എന്നീ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. പകരം രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി. ശക്തമായ പ്രചരണമായിരുന്നു. ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ഇറക്കിയായിരുന്നു കോൺഗ്രസ് അവിടെ പ്രചരണം നടത്തിയത്. എതിർ സ്ഥാനാർത്ഥി LDF-ൽ നിന്നും CPI-യിലെ സത്യൻ മൊകേരിയാണ്. BJP-ക്ക് വേണ്ടിയിട്ട് അവരുടെ വനിതാ യുവ നേതാവ്, കൗൺസിലർ കൂടിയായ നവ്യ ഹരിദാസും രംഗത്തിറങ്ങി. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസും UDF ക്യാമ്പും വലിയ ആവേശത്തിലായിരുന്നു. തുടക്കം മുതൽ ശക്തമായ പ്രചരണം നടന്നു. പക്ഷേ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു ആവേശം തരംഗം കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2009 വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായ ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. അത് 64.72%. തൊട്ടു മുൻപ് 7 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.57% പോളിംഗ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 8% കുറവുണ്ടായിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80.33 അഥവാ നോക്കുമ്പോൾ ഏതാണ്ട് 16% കുറവുണ്ടായി. ഇത് ഉപതെരഞ്ഞെടുപ്പാണെന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായും ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകില്ല. മാത്രവുമല്ല, വയനാട് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച ശേഷമാണ്. ജൂലൈ 30 പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു നാട് ഒന്നാകെ ഒഴുകിപ്പോകുന്ന കാഴ്ച കണ്ടു. 400-ലധികം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും 200 പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആ നാട് ആ ദുരന്തത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നതൊക്കെ. അതിൻ്റെ ഒരു വിമുഖതയും ഒക്കെ തന്നെ ഉണ്ടാകാം. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഒരു വിമുഖത, അതും ഒരു കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ UDF-നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കം മുതൽ അവർ 5 ലക്ഷം ഭൂരിപക്ഷം, ഒരു ഘട്ടത്തിൽ 6 ലക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മികച്ച ലീഡ് ഉണ്ടാകും. 2019 രാഹുൽ ഗാന്ധി ആദ്യം ലോക്സഭയിൽ ഇവിടേക്ക് മത്സരിച്ച് ജയിക്കുമ്പോൾ 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 3,60,000 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2019 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഈ 4,31,000 എന്ന ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള റെക്കോർഡ് ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ തന്നെ ആണയിട്ട് പറയുകയാണ്. അവർ പറയുന്ന അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം UDF-ന്റെ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോളിംഗ് കുറഞ്ഞെങ്കിലും പോൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വോട്ടുകളും UDF-ൻ്റെതാണ്, കോൺഗ്രസിൻ്റെതാണ്. അതുകൊണ്ട് അത്തരത്തിൽ തങ്ങൾക്ക് ആശങ്കയേ ഇല്ല എന്ന് പറയുന്നു. ഇത്തവണത്തെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 14 ലക്ഷത്തിലധികം വോട്ടർമാരുള്ളതിൽ 9,52,000 പേരാണ്, 53,000 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 5 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്കയ്ക്ക് എത്തണമെങ്കിൽ അത് ഭഗീരഥ പ്രയത്നമാണ്. ഈ പോൾ ചെയ്യപ്പെട്ട ഈ 9,53,000 വോട്ടുകൾ ഏതാണ്ട് ഏറിയ പങ്കും, കുറഞ്ഞത് ഒരു 6,90,000, ഒരു നമ്മൾക്കൊരു ഏറ്റവും യുക്തിസഹമായ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 6,90,000 വോട്ടുകൾ പ്രിയങ്ക ഗാന്ധി പിടിക്കുകയും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥി ഏതാണ്ട് 1,90,000 വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു 5 ലക്ഷം ഭൂരിപക്ഷമാകും. ശേഷിക്കുന്ന വോട്ടുകൾ BJP-ക്ക് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ BJP-ക്ക് ഗണ്യമായ തോതിൽ അവിടെ വോട്ട് കുറയേണ്ടി വരും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവിടെ മികച്ച പ്രകടനമാണ് നടത്തിയത്. 1,41,000 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടിയിരുന്നു. അതിൽ നിന്നും വോട്ട് കൂടുമെന്നാണ് BJP അവകാശപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 5 ലക്ഷം എന്ന ഭൂരിപക്ഷം എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും നാളെ പെട്ടി പൊട്ടുമ്പോൾ ആരുടെ അവകാശവാദമാണ് സത്യമാവുക എന്നറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസവും BJP-യുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്, ജയിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിന് യുക്തിയുടെ പിൻബലമൊന്നുമില്ലെങ്കിലും അവരുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ കുറഞ്ഞു, BJP-യുടെ വോട്ടുകളെല്ലാം തന്നെ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ജയിക്കും, കോൺഗ്രസ് പരാജയ ഭീതിയിലാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴും അവിടെ ഉയരുന്ന ചോദ്യം, BJP-ക്ക് വയനാട് പോലെ കോൺഗ്രസിന്റെ ഒരു കുത്തക്കം മണ്ഡലത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇത്തവണ കഴിഞ്ഞ 2024 പൊതു തെരഞ്ഞെടുപ്പിലാണ്. അവിടെ നിന്നും പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ തോൽപ്പിക്കത്തക്ക വിധത്തിലുള്ള വോട്ടുകൾ അവർക്ക് അവിടെ എവിടെ ഇരിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആത്മവിശ്വാസം അത് വില കുറച്ച് കാണേണ്ടതില്ല, അത് വില കൊടുക്കേണ്ടതാണ്, അത് പരിഗണിക്കേണ്ടതാണ്. മറുവശത്ത് CPI അവർ അവകാശവാദമൊന്നുമില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഇന്നലെ തന്നെ പറഞ്ഞത് തങ്ങൾ അവിടെ നില മെച്ചപ്പെടുത്തുമെന്നാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനി രാജ CPI-യുടെ ദേശീയ നേതാവാണ്. അവർ മത്സരിച്ചപ്പോൾ 2,83,000 വോട്ട് നേടാൻ കഴിഞ്ഞു. അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രിയങ്ക ഗാന്ധിക്ക് പറയുന്ന കോൺഗ്രസ് അവകാശപ്പെടുന്ന ഭൂരിപക്ഷം ലഭിക്കുകയില്ല. എന്തായാലും 3 പേരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. UDF ഏതാണ്ട് 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നു. LDF അവിടെ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. BJP-യും നില മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന്റെ മണ്ഡലമാണ്, അവിടെ UDF വിജയിക്കും. ആ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രമാണ് അറിയാനുള്ളത്. UDF-ന്റെ നേതൃത്വം പറയുന്നത് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ചേലക്കര, പാലക്കാട്, വയനാട്, ചേലക്കരയിൽ 4 അക്ക ഭൂരിപക്ഷം, പാലക്കാട് 5 അക്ക ഭൂരിപക്ഷം, വയനാട്ടിലേക്ക് വരുമ്പോൾ അത് 6 അക്ക ഭൂരിപക്ഷം എന്ന ഒരു കാര്യമാണ്, ഒരു അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. അതായത് ചേലക്കര ഇവർ പിടിച്ചെടുക്കുമെന്ന് പറയുകയാണ്, തറപ്പിച്ച് പറയുന്നു. പാലക്കാട് നിലനിർത്തും, വയനാട് നിലനിർത്തുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ കണക്കുകളുടെ കളികൾ, കണക്കുകൾ വെച്ചുള്ള അവകാശവാദങ്ങൾ, അത് എത്രത്തോളം സത്യമാണ്, ആരുടെ കണക്കുകളാണ് സത്യമാവുക എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ 8 മണിക്ക് പെട്ടി പൊട്ടുമ്പോൾ ആര് പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലാകും.